എടാ അത് ഏത് അത് അന്നെ അങ്ങ് ഇടിക്കാൻ വന്നേക്കുന്ന അങ്ങ് അങ്ങനെ അല്ലെ ഞാൻ നിന്റെ ചാനലിൽ ഒരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. അവനെ ഒന്ന് മോഡറേറ്റർ ആക്കാവോ? അവൻ എപ്പോഴും എന്നെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറുക്കനാ. അപ്പൊ എനിക്കെതിരെ എന്തെങ്കിലും കമന്റ് വന്നാൽ അവൻ ഡീൽ ചെയ്തോളൂ. ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഇല്ല കക്കാശിനെ ഞാൻ നാളത്തോടെ ബാങ്ക് കൊടുക്കാം. അളിയാ ഇതൊരു കിണ്ണാച്ചി റേസാ. അതെ ഈ വണ്ടി കാണുന്ന പോലല്ല, മുട്ട സ്പീഡാ ഇതിന്. ലെറ്റ്സ് ഗോ. നോ സർക്യൂട്ട് റേസാ. അതെനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ റൗണ്ട് ഇടാൻ തോന്നുന്നു. 2 ലാപ്പ് ഉണ്ടേ. ലെറ്റ്സ് ഗോ. ഗോകുബ്രോ എന്നെ ബാൻ ആക്കി. കിടുന്ന വണ്ടി സീറാണല്ലോ. സൂപ്പർ കിട്ടില്ല വണ്ടി. സൂപ്പർ വണ്ടി ഇറങ്ങി തള്ളട്ടെ. ഞാൻ പറക്കുവാണ്. ഈസ് ഫ്ലൈ. ആ ചുമരി ഇരിക്കാൻ നോക്കണേ. ഇതപ്പം ഗിയർ ഷിഫ്റ്റിംഗിൽ കയറാം. ഇതില്ലടാ, ചെക്ക് പോയിന്റ് ഇല്ല. ഇത് മറ്റേ ഇതല്ലേ ലാപ്പല്ലേ? എന്ത് കോപ്പാണേലും കുറച്ചും കൂടെ പെണ്ണോട്ട് വന്നേ. ആരും ഇടിച്ചേ, ആരും 2 വട്ടം ഇടിച്ചേ. ചെക്ക് പോയിന്റ് ഉള്ള ഗെയിം കളിക്കാം. ചെക്ക് പോയിന്റ് ഉണ്ട്. 3 ഇരിക്കലേ. ഇതങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറ്റൂലടാ. അല്ല ഈ റോഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കേറും. അല്ലാ അതെന്തിനാണ് അവിടെ കയറി ഇടിച്ചത് ഇപ്പൊ? സിനിമയിലുള്ള ആ താങ്ക് യു. ആരാണ് എന്നെ ഇടിച്ചത്? ഞാൻ മണ്ടത്തരം കാണിച്ചാ. താങ്ക് യു താങ്ക് യു. നല്ല മണ്ടത്തരം, നല്ല മണ്ടത്തരം. എടാ അത് ഏത് അത് ഇവന്റെ ഒരു ഇടി ഇതിന്റെ ഫ്രണ്ട് വന്നു ഇടിക്കാനായിട്ട്. അവിടെ ബസ് കുറ്റി പോലും ഇടിക്കാൻ ഓടിക്കുക. മൊമന്റം കുറയുമെന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോകില്ല. വണ്ടിയുടെ ബാക്കിൽ പോകാം. ഉണ്ടാവും വണ്ടിയല്ലേ. നിന്റെ വീട്ടിൽ കത്തുന്നു. വണ്ടിയല്ലേ പറയുന്ന കാലം വിദൂരമല്ല. അതെ ഉടനെ ഉണ്ട്. അന്ന് എപ്പിക്കായിരിക്കും, അത് ക്ലിപ്പായിരിക്കും. ആർക്കാണ് കിട്ടാൻ പോണെന്ന് അറിയത്തില്ല. ഫ്രണ്ട് വെച്ചിരുന്നത് എന്താ അസംബന്ധമാണ് നീ പറയുന്നത്? നീ എന്തിനാ വരുന്നത്? പോ. ഇടിച്ചിട്ടാ വന്ന്. ഞാൻ ഡോൺ ബ്രോ ഒന്ന് ബ്രേക്ക് ഔട്ടിക്കേ. ഇല്ല അല്ല ഗോകുലൊന്ന് ചന്തി വന്ന് ഇടിച്ചേനെന്നാ. എന്റെ തത്തി നോക്കിക്കൊണ്ടിരിക്കണം. അയ്യോ പോയി. ആ ഈകളെ പോയി ഇടിച്ചു കേട്ടാ. ഞാൻ പോയി ഫീൽഡിൽ നിന്ന് പോയി. എന്റെ ബാക്കിൽ ആരും ഉണ്ടല്ലോ എന്നിട്ട്. ഒന്ന് സൈഡ് വന്നാ ഇടിക്കാതെ നമുക്ക് സൈഡ് വന്നാൽ ഇടിക്കാണ്ട് പോവാം. ഇനി ഞാൻ വേലിക്ക് അപ്പുറം പോണോ? അടിച്ചിട്ട് പിന്നെ അവനാ സൈഡ് കൊടുക്കാൻ മുഖ്യമന്ത്രി ഇവിടുത്തെ ഇടിച്ചിട്ട് അവനെ. അത് ശരിയാണല്ലോ, അത് ശരിയാണല്ലോ. തരത്തിലുള്ള സൈഡ് അമ്മേ പോയി. ഞാൻ വീടുമ്പോഴേ ഡീമൻ തല കല്ലിന്റെ പോലെ കിടക്കുന്നത്. ഇതൊന്നും ശരിയല്ല. ചെറിയ ഷോർട്ട് ഇതൊക്കെ പിന്നെ പറ്റുന്ന ഷോർട്ട്. ഇതൊക്കെ കാട് പൊളിച്ചൊക്കെ വന്നെ അവിടെ. നിങ്ങൾ അടിപൊളി ശരിയെന്നാ. അത് സൈഡിലത്തെ ഇത് ഇടിച്ചല്ലേ. അത് മരം ആഗ്രഹം ഇല്ലാണ്ടല്ല വണ്ടി ഇങ്ങനെ പോയി.
നീ ഇങ്ങനെ ഇടിക്കല്ലേ എനിക്ക് ആഗ്രഹമില്ലാണ്ട് എനിക്ക് ആരും ഒന്നും താവൂല. വളക്കണം വളക്കണം ഓ പോയി ഈ സമയത്തോ ഓ, അയ്യോ. അപ്പുക്കുട്ട കുഴി പോടാ പഴത്തി പോടാ ഗ്യാസ് ഇവിടെ പറഞ്ഞല്ലേ വളക്കണം വളക്കണോന്ന് അങ്ങനെ വേണം വണ്ടി ഓക്കെ അല്ലേ മറ്റേ മറ്റേ യു കെ ഇവിടുന്ന് എന്താ ഡോട്ട് ഇപ്പൊ ഞാൻ ആ കാട്ടിൽ നിന്ന് തോന്നുന്നു പെട്ടത് തട്ടാതെ മുട്ടാതെ പോയാൽ നമുക്ക് കൊള്ളാം. സത്യം സത്യം ഇത് എത്ര ഗിയർ ഉണ്ട് അതിലെന്ത് BMW എനിക്ക് എടേ, മനസ്സിലായി. തട്ടരുത് ഇല്ല, ഞാൻ ഒന്ന് ഗിയർ അപ്പ് ചെയ്തു വണ്ടി വിളക്കണേ പിന്നെ ഞാനെന്തോ ചെയ്യുന്നു ഞാനും വിളക്കാന്ന് രാവളവിന് എന്നെ വിട്ടിച്ച് എങ്ങനെ പോയത് നിന്നെ ഇടിക്കൂടാ. ഉമ്പടാ, ഉമ്പടാ, ഉമ്പടാ. എന്നെ അന്നെ അങ്ങ് ഇടിക്കാൻ വന്നേക്കുന്ന അങ്ങ് ഇടിക്കാൻ വന്നേക്കുന്നേ. അവൻ വളഞ്ഞു വന്നതാ, അവൻ വളഞ്ഞ്. വളഞ്ഞി മൂലക്ക് ഇരിക്കുന്ന അത് ഗോപുവാണോ? ആ ഞാൻ ബ്രേക്ക് ഒട്ടി കൊടുത്തു കേട്ടാ. പയ്യനങ്ങ് നേരെ പോയ കഴച്ചങ്ങ് പോയതാ. കഴച്ച് പോയിട്ടോ കഴച്ച്. അടുത്ത സെറ്റ് ആ കനാലിൽ വീഴുന്ന ആരൊക്കെയെന്ന് ആലോചിക്കുന്ന. അയ്യോ സത്യം അത് എവിടെയായിരുന്നു ഓർമ്മയില്ലല്ലോ. ഛേ, അപ്പൊ പിന്നെ വെയിറ്റ് രണ്ട് ചെയ്യാം, പോട്ടെ. 2-3 ആപ്പൊക്കെ ആക്കി മനസ്സിലാക്കായിരുന്നു. ഞാനും വരാം നീ വാ ഞാൻ വണ്ടി പോവാ. ലാസ്റ്റ് 1ാം സ്ഥാനം കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. ഓ 1 സെക്കൻഡാ ഈഗിൾ. ഇവിടെ എന്റെ വണ്ടി അവിടെ പെട്ടുപോയി ചേട്ടാ. അയ്യോ റീസെന്റ് പറയാൻ കാത്തിരിക്കരുത് കേട്ടോ. ഭീമ ഇതിപ്പോ നേരത്തെ അവസ്ഥയായി. എവിടെയായിരുന്നു ഭീമ ആ കനാല് ഓർമ്മ എടാ മര്യാദക്ക് ആ വളവെടുത്ത് വന്നാൽ ഗ്യാസ് ഫ്രൈ പോലെ. നിങ്ങൾക്ക് അവിടെ എത്തിയല്ലേ ഇടിയങ്കർത്ത കയറിയോ പിന്നെ? പക്ഷേ ഇങ്ങനത്തെയൊക്കെ ഷോർട്ട് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നോക്കോ കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഞാൻ പോയിക്കൊണ്ടേ ഇരിക്കുക കിട്ടിയില്ല ഫ്രണ്ട്സ് പോയി വീട്ടുകാരെ അടുത്തടുത്തോളം അടുത്തടുത്തോളം ഞാൻ വേ ആ കനാലെവിടെ? കനാല് ഓ, ഈ കുണ്ണ പിന്നെയും പുറകെ വന്നു ഞാൻ അവിടെ പെട്ടപ്പോ. ഇവിടെ വെച്ചാൽ ഗോകുവിന് സൈഡ് കൊടുക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത കനാല്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുമ്പോ കനാല്. ആ ഗോകു വീണ കനാൽ. അതെ 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 അതെ. ഊമ്പ 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 ഊമ്പ് 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 ഊമ്പ്. വിടാതെ ലൈവിൽ ചിരിക്കുന്നു നോക്കിയ കള്ളൻ. ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ബാക്ക് അടിച്ച് കണ്ട് എൻജോയ് ചെയ്ത് നോ ആസ്വദിച്ചായിരുന്നു. നോ 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 അയ്യോ ശ്ശേ, രണ്ട് ടയർ പുറത്തു യാഷ്മന്റെ. സത്യം ഞാൻ വീണ് പോയിന്റ് എവിടെയുണ്ടോ അയ്യോ അപ്പൊ എനിക്ക് കമ്പനിക്ക് വേണ്ടി കുഴപ്പമില്ല. സോയി എന്റെ കൂടെ പിടിച്ചോണ്ടിരുന്നാണല്ലോ. അറിയാൻ പാടില്ല എന്തിനെ പറ്റി കളിക്കാൻ പറ്റുന്നു. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എനിക്കൊരു പോയിന്റ്, 3 പോയിന്റ്, ഗ്യാസ്ട്രോയ്ക്ക് 1 പോയിന്റ്. ഫോർസ അല്ല റേസിംഗ് ഗ്യാസ്ട്രോയ്ക്ക് 2 പോയിന്റ് അല്ല ഞാൻ ആണോ? ആ എന്നാ ഗ്യാസ്ട്രോയ്ക്ക് 3. അപ്പൊ ഗ്യാസ്ട്രോയ്ക്ക് 3. എല്ലാം ഇട്ട് ഫുൾ എവറിത്തിങ്. എന്ത് പറ്റി കളിയായിരുന്നു അത്? ഇവനെന്ന് ഊപിക്കാൻ അപ്പൊ നമ്മൾ ഒരേ പോയിന്റ് ആയല്ലേ? ഇല്ലല്ല അങ്ങനെ 10-11 അങ്ങനെ ഒരു point ആവുന്നെ. ആണോ? നിന്റെ മാത്സ് ടീച്ചർ ഏതായിരുന്നു? ആണല്ലേ? ഞാനല്ല, അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഞാൻ ഇപ്പൊ കണ്ടത്. 10, 11, 10, 9 കാസ്ട്രോ ഇൻ ദ ലീഗ് വന്നു. കാസ്ട്രോ എത്തി. ക്യാഷ് എത്ര ആയി? എനിക്ക് എത്ര 9.
കാസ്റ്റർ 9. അയ്യേ. കഴിക്കണ്ടായിരുന്നില്ല അതിപ്പോ ഈ കളി കഴിഞ്ഞാലോ. അല്ല പോയിട്ട് ഇവിടെ ടേബിളിലൊക്കെ നോക്കിയാൽ ചേർത്ത്. ഓർഡർ നിങ്ങൾ ഫീൽ ചെയ്താ അത് ഈ കളി കഴിയുമ്പോ മാറുമല്ലോ. ഞാൻ ഇനി 3 തോറ്റാലും കുഴപ്പമില്ല. ഓ ഓ ഓ അത് നിന്നെ ഇവിടെ ആരും കേട്ടാ ചോദിച്ചില്ല. മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് കേട്ടോ. ഇന്നലെ നമ്മള് 15ഉം 17ലൊക്കെ നിന്നപ്പോഴും ഞങ്ങളതാരും ഇങ്ങനത്തെ ഫ്ലെക്സ് ഒന്നും പറഞ്ഞില്ല. ഇങ്ങനത്തെ ഒന്നും ഞങ്ങള് പറഞ്ഞിട്ടില്ല. പിന്നെ രാവശ്യം ഒന്നും വേണ്ടിയില്ലല്ലോ. ആ അപ്പൊ ഇതൊരു ഓവർ ഫ്ലെക്സിങ്. ഇത് ഓവർ ഫ്ലെക്സിങ്. ഞാൻ മിനിങ്ങാൻ ജയിച്ചപ്പോഴും പറഞ്ഞില്ല. ആരും കളിക്കില്ലായിരുന്നു. 2 ദിവസം ഇപ്പൊ കളിക്കാൻ തുടങ്ങി. ആര് പറഞ്ഞു? ആ ഈഗിളിന്റെ അല്ല, എനിക്ക് നേരത്തെ അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു. ഇങ്ങനെ കളിച്ചായിരുന്ന ഈഗിള് അടുത്തത് ഓഫർ ഇടാം. എന്റെ കളി ഇനി മാറാൻ കിടക്കുന്നേ ഉള്ളൂ. മൊയ്ലു ഈസ് ഇംപ്രൂവിങ് ഡേ ബൈ ഡേ. എടാ നീയേ മൊയ്ലുവിനെ പിടിക്കട്ടെ. നീ ഗേവിയ കക്കാശിന്ന് ഫ്രണ്ട് ഇട്ടിട്ട് നീ ഇന്നേ വരെ ഇത് കാസറൊക്കെ വേണ്ടി ഇപ്പൊ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. നീ കൂടുതൽ മൊയ്ലുവിനെ ആക്കണ്ട. മനസ്സിലായ? റാലി ഒന്നും കാണുന്നില്ലല്ലോ. അത് നീയേ ഗ്യാസ്ട്രോടെ ചാറ്റ് കാണാത്തോണ്ടാ. വെളുപ്പിനെ 3 മണിക്ക് വരെ അവൻ അവിടെ പോയി മോട്ടിവേറ്റ് ചെയ്യും. ആണല്ലേ? പിന്നെ അവിടെ ഇങ്ങോട്ട് പറയാലോ. ഈ ചാറ്റിൽ ലീഗലിനെ മാത്രമല്ല അവൻ പറയണത്. അത് നിന്റെ സ്വന്തമായി കാരണം. ഇങ്ങനെ ശരിയാണ്. പറയണത് നീ കളിയാൻ 30 ലാപ്പി 357 കിലോമീറ്റർ വേണോ? അടിയെ പോകാൻ അപ്പൊ ആ ചെറുക്കൻ സ്റ്റാലിൻ എന്റെ കാല്. പോസ്റ്റ് നോക്കിയിരിക്കാൻ. റാലി പിന്നെ വേറെ ഒന്നും പോണതിന് മുമ്പ് ഒന്ന് സ്റ്റാലിന്റെ ലൈവ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 hour ഒക്കെ ഉറങ്ങാത്തവരൊന്ന് കാണാൻ കഴിയും. അവന്റെ കിക്ക് ഒന്ന് ഇതാക്കാൻ ചാനലിട്ടേക്കാണോ ലൈവ്? അവന് കിക്കൊന്ന് ഇതാക്കാനാണ് ഇത് വേണം. ആവറേജ് യൂസ് ഓ മറ്റേ സമ്പൊക്കെ സെറ്റായി. മറ്റേ ആവറേജ് യൂസ് റാലി എല്ലാം നമ്മള് കളിച്ച് തീർത്തെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് നമ്മളെ ഇത് നമ്മുടെ ആ കളിയ ഏത് വണ്ടി വേണം? ഓഫ് റോഡ് നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്ന് പറ, അതനുസരിച്ചിടാ. ഏതെങ്കിലും ട്രക്ക് ഇട്. ട്രക്കല്ല, ഓഫ് റോഡ് അല്ല ചേട്ടാ, മറ്റേതാ. ഇന്ത്യയിലുള്ള എല്ലാ കാറും ചോദിക്കണം. അതാ പറഞ്ഞ അതിൽ ഏത് വേണം നിങ്ങൾക്ക്? ബീറ്റിലുണ്ട്, മറ്റേ സുബാറും ഉണ്ട്. ഇവിടെ കളിക്കാത്തതിന് വേണ്ടി കേട്ടോ. കളിക്കാത്ത വണ്ടി ഓഫ് റോഡ് ഒന്നും ഇല്ലടാ നല്ലത്. ഇതാ മറ്റേ ബോക്സ് വണ്ടി മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ കയ്യില്. ഏത് വേണമെന്ന് പറ. 207 ഇല്ലേ വൈറ്റ് വണ്ടി? ഏതാ വൈറ്റ് വണ്ടി ഇല്ലേ പീശേന്റെ? എന്നാ ഞാനേ ഒരു വണ്ടി ഇടാം, അതിലും കളിച്ചു. എല്ലാരും കളിച്ചു. ഇത് കളിച്ചോണ്ട് വണ്ടി കൊള്ളൂല ഒന്നും പറയരുത്.